മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം നാളെ ചേരും. നൃപൻ ചക്രവർത്തി ചേരുന്ന ഒരിക്കൽ കൂടി. നൃപൻ, അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണ സംഘം അന്വേഷണ നടപടികളിലേക്ക് കടക്കുകയാണ്. ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക അന്വേഷണ സംഘം നാളെ ആദ്യ യോഗം ചേരും. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് നേരത്തെ വിനിഷ പറഞ്ഞത്. ADGP ക്രൈംബ്രാഞ്ച് ADGP മുഖ്യ ചുമതല H. വെങ്കടേഷ് മുഖ്യ ചുമതല, ഒപ്പം തന്നെ IG സ്പർജൻ കുമാർ, 4 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘമാണ് നാളെ യോഗം ചേരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായി മാറും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ആരൊക്കെയാണ് ഹേമ കമ്മീഷനിൽ ഈ ലൈംഗിക ചൂഷണം സംബന്ധിച്ച, ലൈംഗിക ആക്രമണം സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമയുമായി ഈ കാര്യങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഈ പരാതി നൽകിയ, നേരത്തെ ആക്ഷേപം ഉന്നയിച്ച നടികളെ നേരിട്ട് കാണുന്നതിനുള്ള ചുമതല നൽകുക. ഈ ഉദ്യോഗസ്ഥർ ഈ വനിതാ സിനിമാ പ്രവർത്തകരുമായി, ആക്ഷേപം ഉന്നയിച്ച സിനിമാ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം അവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. അവരുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കും. ഇതല്ലാതെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് വന്ന ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ സംബന്ധിച്ചും അന്വേഷണം നടത്തും. ഈ പോക്സോ നിയമപ്രകാരം ഉന്നയിച്ചിട്ടുള്ള പരാതി സംബന്ധിച്ച് ഈ പരാതി ലഭിക്കാതെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാനാണ് ആലോചന നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏത് തരത്തിലാണ് അന്വേഷണ നടപടികൾ ആരംഭിക്കുക, ഏത് തരത്തിൽ ഈ പറഞ്ഞ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ ചുമതലയാണ് നൽകേണ്ടത്, എങ്ങനെയാണ് അന്വേഷണ നടപടികൾ ആരംഭിക്കേണ്ടത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചയായിരിക്കും നാളെ ചേരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുക്കുക. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കും. ADGP H. വെങ്കടേഷ് ആണ് ഈ പറഞ്ഞ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. S. അജിത ബീഗം, മെറിൻ ജോസഫ്, G. പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്കറെ, അജിത്ത്, VS മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. 4 IPS വനിതാ ഉദ്യോഗസ്ഥരാണ് പ്രത്യേകമായി അന്വേഷണ സംഘത്തിലുള്ളത്. അത് അവരുടെ ഏറ്റവും വലിയ ചുമതല എന്ന് പറയുന്നത് ഈ ആക്ഷേപം ഉന്നയിച്ച വനിതകളെ നേരിട്ട് കാണുകയും ജസ്റ്റിസ് ഹേമയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അത് കഴിച്ച ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. വിനിഷ. ശരി നൃപൻ, അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ നടപടികളിലേക്ക് കടക്കുകയാണ്. നൃപനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.